الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله بتقوى الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ബഹുമാന്യ സത്യവിശ്വാസികൾ, വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷ്മതയോടുകൂടി ഏതൊരു സമയത്തും കാത്തു സൂക്ഷിക്കണമെന്ന്, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സദാസമയത്തും രഹസ്യമായും പരസ്യമായും കുടുംബജീവിതത്തിലും സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം കാത്തു സൂക്ഷിക്കണമെന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ ആസന്നമായിരിക്കുന്നത് ഹജ്ജിൻ്റെ മാസങ്ങളാണ്. നമ്മുടെ പല സഹോദരങ്ങളും ഈ കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ശതമാനം നമ്മുടെ ആളുകൾ ഹജ്ജ് നിർവഹിച്ച, ഹജ്ജോ ഉംറയോ ഒക്കെ നിർവഹിച്ച ആളുകളായിരിക്കും. അതിലേക്ക് വിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സൂറത്തുൽ ബഖറയിൽ ഹജ്ജിൻ്റെ മാസങ്ങളെ സംബന്ധിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ് വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലു മിൻ ഖൈറിൻ യഅലമുഹുല്ലാഹ് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ വതഖൂനി യാ ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞിട്ട് തുടർന്നുള്ള 5-6 വചനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അറിയപ്പെട്ട ഏതാനും മാസങ്ങളാകുന്നു ഹജ്ജ്. അതിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ നിർബന്ധിതരായാൽ, നിർബന്ധമായ ഹജ്ജ് നിർവഹിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അത് അനാവശ്യങ്ങൾ പാടില്ല, അധർമ്മങ്ങൾ പാടില്ല, തർക്കങ്ങളൊന്നും പാടില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ സംബന്ധിച്ച് അല്ലാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ്. നിങ്ങൾ അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തുക. തയ്യാറെടുപ്പിൽ പാതേയങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിക്കലാണ്. നിങ്ങൾ എന്നെ സൂക്ഷിക്കുക ബുദ്ധിയുള്ള ആളുകളെ എന്നാണ് ആയത്തിൻ്റെ മുഴുവൻ സാരാംശം.
ഇവിടെ ഞാൻ ഓതി വെച്ചത് സൂറത്തുൽ ആൽ ഇംറാനിലെ 96, 97 വചനങ്ങളാണ്. നമ്മൾ കേൾക്കാത്തവരല്ല ഇതിനെ സംബന്ധിച്ച്. ആദ്യമായി ഭൂമുഖത്ത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഭവനം ബക്കയിൽ സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു വീടാണ്. അത് ജനങ്ങൾക്ക് സന്മാർഗ ദർശനവുമാണ്. അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇബ്രാഹിമിൻ്റെ മഖാം, കഅബ പടുത്തുയർത്താൻ വേണ്ടി നിന്ന സ്ഥാനം അവിടെയുണ്ട്. ആ ഭവനത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ കാന ആമിന, അവൻ നിർഭയനായിത്തീരും. വലില്ലാഹി അലന്നാസ് ഹിജ്ജുൽ ബൈത്ത്, ജനങ്ങൾക്ക് അള്ളാഹിനോട് ബാധ്യതയായിട്ടുണ്ട് ഈ ഭവനത്തിൽ തീർത്ഥാടനം നടത്തൽ. മനിസ്തതാ ഇലൈഹി സബീല, ആർക്കെങ്കിലും അവിടേക്ക് ചെന്നെത്താൻ പറ്റുമെങ്കിൽ. വമൻ കഫറ, ഈ കാര്യത്തെ ആരെങ്കിലും നിഷേധിച്ച് തള്ളിയാൽ ഫൈനല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹു ഈ ലോക ജനങ്ങളിൽ നിന്ന് സ്വയാശ്രയനാകുന്നു, അവൻ ധന്യനാകുന്നു. നമുക്കറിയാവുന്ന പോലെ 4 മാസങ്ങളെ, ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറം, ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്ന മാസങ്ങൾ, റജബ്, ഈ 4 മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കിയ, സംഘട്ടനങ്ങളും സംഘർഷങ്ങളും പാടില്ലാത്ത, എതിർപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളൊക്കെ നിർത്തിവെക്കേണ്ട അതിപുണ്യകരമായ 4 മാസങ്ങളാണ്. ഇസ്ലാമിൽ നമുക്കറിയാവുന്ന പോലെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായി അറിയപ്പെടുന്നത് അർക്കാനുൽ ഇസ്ലാം, എല്ലാവർക്കും അറിയാം. ഷഹാദത്തും അനുബന്ധമായുള്ള ഈ 4-5 കർമ്മങ്ങളുമാണ്. 4 കർമ്മങ്ങൾ: നമസ്കാരവും സക്കാത്തും ഹജ്ജും നോമ്പും. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അർക്കാനുൽ ഇസ്ലാം എന്താണെന്ന് വിശദീകരിക്കുന്നിടത്ത് വളരെ കൃത്യമായി പറഞ്ഞു. അവിടേക്ക്, ആ ഭവനത്തിലേക്ക് ചെന്നെത്താൻ സാധിക്കുന്ന ആളുകൾക്ക് അവിടത്തേക്ക് തീർത്ഥാടനം നടത്തൽ, അത് ഇസ്ലാമിൻ്റെ പഞ്ചകർമ്മങ്ങളിൽ ഒന്നാണ്. ഈ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, പ്രബോധനവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോക ചരിത്രത്തിൻ്റെ ഗതി നിർണയിച്ച മഹാപുരുഷനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവത്യാഗങ്ങളാണ്. അദ്ദേഹം വിളിച്ച വിളികൾ നമ്മുടെ ഓരോ വിശ്വാസിയുടെ മനസ്സിലും, ഇങ്ങോട്ട് വരൂ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്യൂ. അവർ പല യാത്രാമാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ വിദൂരമായ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഒട്ടകപ്പുറത്തായും മറ്റുമൊക്കെ ഇവിടേക്ക് വന്നെത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് അത് പടുത്തുയർത്തിയിട്ട്, ആ ഭവനം പടുത്തുയർത്തി ചെന്നെത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ പറയുന്നത്, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ അർക്കാനുകളിൽ അതീവ പ്രധാനമായ ഒരു സംഗതിയാണ്. രണ്ടാമതായി നാം ഉൾക്കൊള്ളേണ്ടത് മഹാചരിത്ര പുരുഷനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃകയാണ്. അദ്ദേഹം ഒരു അത്ഭുതമായിരുന്നു. അത്ഭുതം എന്നല്ല, അത്യത്ഭുതമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക, അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ. അദ്ദേഹത്തെ ഇമാമാക്കി, മാതൃകാ പുരുഷനാക്കി എന്നാണ്. ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അദ്ദേഹത്തിന് വഹ്യ് ഇറങ്ങാത്ത കാലഘട്ടത്തിൽ ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആ നാട്ടിലുണ്ടായിരുന്ന സദാചാരം. അവിടുത്തെ ധർമ്മനിഷ്ഠ നുബുവത്തിന് മുമ്പ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ ഗുഹയിൽ വെച്ച് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ആ നാട്ടിലുണ്ടായിരുന്ന സദാചാരം എന്ത് എന്ന് ചോദിച്ചാൽ, ആ നാട്ടിലെ ധർമ്മനിഷ്ഠ എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ഇബ്രാഹിമി മില്ലത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. മറ്റ് നിയമങ്ങളും സംഹിതകളും
വേദങ്ങളും സംഗതികളൊന്നുമില്ല അവിടെ. അതെന്താ? ഇർജുവായി സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിച്ചുകൊണ്ട്, കല്ലിനെയും മുള്ളിനെയും ആരാധിക്കാതെ അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾ പരമാവധി കേട്ട് മനസ്സിലാക്കി പരമ്പരാഗതമായി ഉൾക്കൊണ്ട ആ മാതൃക ഇബ്രാഹിമി മില്ലത്ത്, ഹനീഫൻ മുസ്ലിമായ, ഋജുവായ, വളവില്ലാത്ത, വക്രതയില്ലാത്ത, തിരിയാതെ എന്തോ ആശയങ്ങൾ കൂടി സങ്കീർണമായ എന്തോ ഒരു സംഗതി അല്ലാതെ ഋജുവായ, ആർക്കും പറഞ്ഞാൽ മനസ്സിലാകും. ഏത് ഗ്രാമീണനായ, ഒരു നാട് വിട്ടു പോകാത്ത, ആടിനെ തെളിച്ച് നടക്കുന്ന, ഒട്ടകത്തെ പോറ്റി കറന്ന് ഉപജീവനം നടത്തുന്ന, എന്തെങ്കിലും സാധനം കിട്ടിയാൽ അത് കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റ് വരുന്ന സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഇബ്രാഹിം മില്ലത്ത് എന്താന്ന് വളരെ കൃത്യമായി മനസ്സിലാകും. അങ്ങനെയുള്ളൊരു മാതൃകാ പുരുഷനായി അനുധാവനം ചെയ്യേണ്ട ഒരു ഉമ്മത്ത് ആയിരുന്നു അദ്ദേഹം. അങ്ങേയറ്റം ഭക്തിയും നിഷ്ഠയുമുള്ള ഖാനിത്തായിരുന്നു അദ്ദേഹം. എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോൾ, സമൂഹത്തിനുണ്ടാകുമ്പോൾ, സ്വതവേ ഒരു തെറ്റ് ചെയ്തപ്പോൾ, ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അവിടെ വിഗ്രഹാരാധകരുണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ല. ആ വിഗ്രഹത്തെ കൊത്തിനുറക്കി വലിയവൻ്റെ കഴുത്തിൽ, വലിയ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ട് ഫസലുഹും ഇവ സംസാരിക്കുമെങ്കിൽ ഇവയോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞത് പോലും എന്താണ്, ഒരു കുറ്റകരമായ സംഗതിയാണോ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു എന്ന് പണ്ഡിതന്മാരൊക്കെ ആ കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതൊരു തെറ്റല്ലല്ലോ. അവരെ ബുദ്ധി ഉണർത്താൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. കല്ലുകൾ സംസാരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് അല്ലാഹ് എന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. ഹലീമാണ്, അങ്ങേയറ്റം വിസ്തൃതമായ മാനസിക വിശാലതയുള്ളവനാണ്. അല്ലാഹ് ചെയ്തു തന്ന ഏതൊരു കാര്യത്തിനും നന്ദി കാണിക്കുന്ന ശാക്യറാണ്. ഏത് കടുത്ത പരീക്ഷണങ്ങളെയും അങ്ങേയറ്റം അതിജീവിച്ച ത്യാഗി വര്യനാണ്. ഓരോന്നും ഇത് വിശദീകരിക്കേണ്ടതാണ്. ഈ പറഞ്ഞ ഓരോ പോയിന്റുകൾ വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞതാണ്. അദ്ദേഹത്തെ പുത്രനുണ്ടായ സന്ദർഭത്തിൽ അതങ്ങ് വിജനമായ, ആരുമില്ലാത്ത, കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ മാത്രമുള്ള, പാറക്കെട്ടുകൾ മാത്രമുള്ള മക്ക രാജ്യത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ കൊണ്ടുവച്ച്, അതാണ് ഇബ്രാഹിം. ജീവിതത്തിൽ നമ്മളൊക്കെ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ദീനിന്റെ മാർഗത്തിൽ ഇങ്ങനെയൊക്കെ ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക വികാരം എന്താണ്? കുട്ടിയെ പോട്ടെ, ഒരു ചെറിയ സംഗതിയെങ്കിലും ഈ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ അതാണ് ഇബ്രാഹിം. വിശദീകരിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ. ഈ ഒരു സംഗതി ഉണർത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹജ്ജിന്റെ മാസങ്ങളിൽ ഈ കർമ്മം നിർബന്ധമാക്കിയത്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പണ്ഡിതന്മാർ എല്ലാ ഇബാദത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? അത് ശുരിഅത്തുൽ ഇബാദാത്ത് ഇല്ലാ ലിഇഖാമത്തി ദിക്രില്ലാഹ്, എല്ലാ ആരാധനകളും അള്ളാഹു നിർബന്ധ മതത്തിൽ നിയമമാക്കിയത് അള്ളാഹുവിൻ്റെ ദിക്ർ, ഓർമ്മകൾ, അത് കീർത്തികൾ, അത് ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ്. ഇഖാമത്തി ദിക്രില്ല, വേറെ ഒരു ലക്ഷ്യം. ഇവിടെ ഭരണം സ്ഥാപിക്കലല്ല ലക്ഷ്യം, ഇവിടെ മറ്റെന്തെങ്കിലും നേടലല്ല ലക്ഷ്യം, ഇസ്ലാമിക സമൂഹം തെളിഞ്ഞു നിൽക്കലല്ല ലക്ഷ്യം. ഒക്കെ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടും. പക്ഷേ ഇഖാമത്ത് ദിക്റുള്ള, അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിൻ്റെ സ്മരണകൾ നിലനിർത്തണം ഈ കാര്യത്തിലൂടെ എന്നാണ്. നമസ്കാരത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നിടത്ത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസ് കാണാം. ഇന്ന ഹാദിഹി സ്വലാ ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്. നമ്മൾ ചെയ്യുന്ന നമസ്കാരമുണ്ടല്ലോ, അതിൽ 4 റക്അത്തുകൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഒന്നും സ്വന്തമായൊരു വാക്ക്, ഒന്ന് അങ്ങോട്ട് നിക്കി എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലാണ്ട് കാലിന് ചവിട്ടല്ലേ എന്ന് അടുത്തുള്ള ആൾ ചവിട്ടിപ്പോയാൽ അങ്ങനെ ഒരു വാക്ക് ലാ യസ്ലുഹു ശൈഉൻ മിൻ കലാമിൻ നാസ്, അല്ലെങ്കിൽ നമുക്ക് വേദനയാകുമ്പോൾ എന്ന് പറയുന്ന ഒരു വാക്ക്, അങ്ങനെയുള്ള ഒന്നും പറയാൻ പാടില്ല. ഇന്നമഹു തസ്ബീഹ്
വത്തക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ. അത് തസ്ബീഹുകളും തക്ബീറുകളും ഖുർആൻ പാരായണവുമാണ്. അതിലപ്പുറം ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇത് മുസ്ലിം മത സംസ്കാരത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് ഹജ്ജിൻ്റെയും കാര്യം. വദ്കുറുല്ലാഹ് ഇൻദൽ മശ്അറിൽ ഹറാം വദ്കുറൂഹു കമാ ഹദാകും. ഹജ്ജിൻ്റെ ഇതേ കീർത്തി അള്ളാഹുവിൻ്റെ ദിക്റുകൾ ചൊല്ലാൻ വേണ്ടിയാണ് ഈ സന്ദർഭം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. വദ്കുറുല്ലാഹ ഇൻദൽ മശ്അറിൽ ഹറാം. ഒരു ആയത്തിൽ ഹജ്ജിനെ പറ്റി പറയുന്നിടത്തൊക്കെ പറയുന്നത് വദ്കുറുല്ലാഹ കമാ ഹദാകും അല്ലെങ്കിൽ അതുപോലുള്ള വചനങ്ങളാണ്. വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ പ്രത്യേകമായി സ്മരിക്കാനുള്ളതാണ്. എല്ലാ സന്ദർഭങ്ങളും ആയത്തുകളൊക്കെ പറയും. സൂറത്തുൽ ഹജ്ജിലായാലും ആൽ ഇംറാനിലായാലും സൂറത്തുൽ ബഖറയിലായാലും ഇതിനെപ്പറ്റി എവിടെയൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ദിക്ർ സ്മരിക്കുക. എന്താ പറയേണ്ടതെന്നുള്ള കാര്യം ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു. ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ? ഹജ്ജിന് കുറേ എന്തൊക്കെ പഠിക്കാനും കുറേ ഇരുന്ന് കേട്ട് മനസ്സിലാക്കി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതാണ് ഹജ്ജിന്റെ പരമപ്രധാനമായ പ്രാർത്ഥന. പിന്നെ തൽബിയത്തും, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റും തൽബിയത്തും ഈ പ്രാർത്ഥനയുമാണ്. തവാഫ് ചെയ്യലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം. സ്ത്രീകൾ അശുദ്ധിയുള്ളവരാണെങ്കിൽ ആ സന്ദർഭത്തിൽ പാടില്ല. അന്നേരം അവിടെയുള്ള പ്രധാനപ്പെട്ട റുക്നുൽ യമാനിയുടെ അടുക്കൽ വെച്ച് നമ്മൾ പിന്നെ ഹജറുൽ അസ്വദിൻ്റെയും ഇടയ്ക്ക് വെച്ച് ചെയ്യേണ്ട പ്രാർത്ഥന എന്താ? ഇതല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയും ചെല്ലാൻ പാടില്ല. ഇത് അറിയാത്ത ആൾക്കാർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരാളുള്ളത്? അപ്പൊ ഈ ബാക്കിയുള്ള കഅബയുടെ തൂണുകളിൽ എത്തുമ്പോൾ, മൂലകളിൽ എത്തുമ്പോൾ, മറ്റുള്ള എന്തുവാകാം, ഇവിടെ ഈ പ്രാർത്ഥനയെ പാടുള്ളൂ എന്നുള്ള. ദുനിയാവിലും ആഖിറത്തിലും പടച്ചവൻ എനിക്ക് നല്ലത് തരണം. പിന്നെ അറഫയിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ അവിടെയൊക്കെ ചെല്ലേണ്ട പ്രാർത്ഥനകളും തൽബിയത്തൊക്കെ തന്നെയാണ് കാര്യമായി. കഅബ കാണുന്നത് വരെ ചെല്ലേണ്ടത് തൽബിയത്താണ്. ഞാൻ ഹജ്ജിന്റെ രൂപം വിശദീകരിക്കുകയാണ്. എന്താണ് ഈ ഇബ്രാഹിമി മില്ലത്തിലൂടെ ഹജ്ജ് മുസ്ലിങ്ങൾക്ക് ശറഅാക്കപ്പെട്ടത് എന്നുള്ള ഉദ്ദേശം മാത്രമാണ് വിശദീകരിക്കുന്നത്. ഇത് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇത് നിർവഹിക്കാൻ മുസ്ലിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സും അങ്ങേയറ്റം താല്പര്യമുള്ളവരാണ്. അതാണ് നേരത്തെ ഓതിയ സൂറത്തുൽ ബഖറയിലെ ആയത്തിൽ അതിന്റെ ചുരുക്കം തസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് കൊള്ളുക. ഏറ്റവും നല്ല യാത്രാ ഭക്ഷണം അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. നിങ്ങൾ എന്നെ സൂക്ഷിക്കുക ബുദ്ധിയുള്ള ആൾക്കാരെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ എന്താ സംഭവം? ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇക്കൊല്ലം പോയിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത കൊല്ലം പോവില്ല. ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഈ തയ്യാറെടുപ്പ് ഉണ്ടാകണം. എത്ര ആൾക്കാരാണ് അവിടെ ഞങ്ങളെ സഹോദരങ്ങൾ ഹജ്ജിന് പോയ സന്ദർഭത്തിൽ അവിടെയുള്ള സഹോദരങ്ങൾ ഞങ്ങൾ അനുഭവം പങ്കുവെച്ചു. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നമ്മുടെ നാട്ടിൽ, ഈ പ്രദേശത്തല്ല, നമ്മുടെ ജില്ലയിൽ. അത് പറഞ്ഞു, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്ന മിച്ചം വെക്കുന്ന സമ്പത്തൊക്കെ ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് എന്താ അയാൾ പണിയെന്നൊക്കെ ചോദിച്ചാൽ വേറെ ഒരു സമ്പത്തുമില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ ഒരുപാട് ഭൂസ്വത്തുള്ള ആൾക്കാര്, കുറേ ബിൽഡിങ്ങുകളുള്ള ആൾക്കാര്, ഇവിടെ വാടകയ്ക്ക് വാഹനങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാര്, അല്ലെങ്കിൽ സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, ഇവരൊക്കെ പോയാൽ മതി ഹജ്ജിന്. അതെല്ലാം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രം ഈ സംഭവം പറഞ്ഞു. ഇനി മറ്റൊരു സംഭവം അതേപോലെ തന്നെ ഹജ്ജിന് അപേക്ഷ കൊടുക്കാൻ ഹജ്ജ് ഹൗസിൽ പോയപ്പോൾ മക്കത്ത് ഒരുപാട് കാലം 1-2 ദശാബ്ദം 20 അതിലേറെ കൊല്ലം അവിടെ ജോലി ചെയ്ത ഒരു സഹോദരൻ, ഞാൻ അവിടെ ഒരുപാട് കാലം ജോലി ചെയ്തു, പക്ഷെ എനിക്ക് ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് കിട്ടി. അതുകൊണ്ട് ഗവൺമെൻറ് കോട്ടയിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അപേക്ഷ കൊടുക്കാൻ വന്നതാണ്. അയാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറയാം. അപ്പം മക്കത്ത് ജീവിച്ച് അവിടെ ചായ പാർന്നു കൊടുത്ത് അല്ലെങ്കിൽ ഹജ്ജാജികൾക്ക് ഒരു പക്ഷേ സേവനം ചെയ്ത് ഉള്ള ഇതുണ്ടായാൽ പോലും ഹജ്ജ് എന്ന കർമ്മം ചിലപ്പോൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അറഫയിൽ അള്ളാഹ് പറയണത് എന്താ അറിയോ? അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്നുള്ള
മുക്തരായ മിനന്നാർ, അത് അറഫ ദിവസമാണ് എന്നാ പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ധാരണ എന്താ? ഇതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ സാദ് തയ്യാറാക്കാറ് ഇക്കൊല്ലം പോണതിനുള്ള തുണിക്കുപ്പായം അല്ലെങ്കിൽ ഇഹ്റാമിൻ്റെ ഡ്രസ്സുകളും മാത്രം തൽക്കാലം തയ്യാറാക്കലല്ല. മറിച്ച് എന്താ, അത് ജീവിതത്തിലെ പ്രായപൂർത്തി എത്തിയ പിന്നെ നമ്മൾക്ക് ആരോഗ്യവും അതുപോലുള്ള അല്പമൊക്കെ സമ്പത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ഉപജീവനം, ഒരു പീടികയിലെ സാധനം എടുത്തു കൊടുക്കുന്ന കച്ചവടക്കാരനായാലും ദിവസം നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ് ചെയ്യല്ലോ അതിലെ കല്യാണത്തിന് വേണ്ടി, വീടുണ്ടാക്കാൻ വേണ്ടി, കുട്ടികളെ കല്യാണത്തിന് വേണ്ടിയൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇല്ലാത്ത ആൾക്കാർ കുറവായിരിക്കും, കുടുംബമൊക്കെ ഉള്ള ആൾക്കാർ. അതേപോലെ ഒരു ഹജ്ജിന് ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു എന്തെങ്കിലും തുക നീക്കിയിരിപ്പ് ഉണ്ടാക്കിയാൽ നമ്മൾ സാധാ തൊഴിലിൽ നിന്ന് സാധിക്കുമെന്നുള്ളത് നിരവധി ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട്, അനുഭവ സാക്ഷ്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ വാഹനത്തിൻ്റെ ഡ്രൈവറായി പോകുന്ന ആളുകൾക്കും, വണ്ടി വലിച്ച് ജീവിക്കുന്ന ആളുകൾക്കും, പാറ തലയിൽ ചുമന്ന് പടവിന് വേണ്ടി സഹായിക്കുന്ന ആളുകൾക്കും എന്ന് വേണ്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്തൊക്കെ ഉപജീവന മാർഗമുണ്ടോ അവർക്കൊക്കെ വേണമെങ്കിൽ നിയ്യത്ത് വെച്ചാൽ സാധിക്കും. എന്ന് പറഞ്ഞതിൻ്റെ വിശാലമായ ഒരു ഉദ്ദേശം ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ആളുകളൊക്കെ ചിന്തിക്കാറ് എന്താ ഉള്ളത്, പലപ്പോഴും ചിന്തിക്കാറുള്ളത്, എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, ആ പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട്, അങ്ങനെ ഒരു കൗല്, പണ്ഡിതന്മാരുടെ ഒരു കൗലും ഉണ്ട്. പെൺകുട്ടികളുണ്ടെങ്കിൽ ഓലെ കെട്ടിച്ച് അയച്ച ശേഷമേ ഹജ്ജ് ബാധ്യതയുള്ളതെന്ന് ആരാ പറഞ്ഞത്? ഇസ്ലാമിക പ്രമാണങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഖുർആനിലോ ഹദീസിലോ പ്രവാചകന്റെ ചരിത്രത്തിലോ സഹാബികളുടെ ജീവിതക്രമത്തിലോ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ തിരിച്ച് ഉമ്മാക്കോ വാപ്പയോ രോഗിയായിട്ട് അവരെ പരിചരിക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ അയാളെ ഹജ്ജിന് പോകുന്നതിനേക്കാളായ കുറ്റം എന്താ? അവരെ മാതാപിതാക്കളെ പരിചരിക്കലായി. ഇപ്പം കിടപ്പിലായ ആളുകൾ, അവർക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾ അവരുടെ ബാധ്യതയാണ് ഹജ്ജ് എന്ന് വിചാരിച്ച് പോകാൻ പാടില്ല. മറിച്ച് ഇങ്ങനെയുള്ള നമ്മൾ ദുനിയാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി നമ്മളാൽ ഉണ്ടാക്കിയ കെട്ടുമാറാപ്പുകളാണ് ആ വിവാഹാനന്തരമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ. അപ്പൊ അത് മാറ്റി ഞാൻ പറയുന്നത്, അത് ഹജ്ജിന്റെ ബാധ്യതയിൽ പെട്ടിടുന്ന സംഗതിയല്ല. ചില ആളുകൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മൾ ബാധ്യതകൾ തീർക്കണം എന്നുള്ള നിലക്ക് ആ ബാധ്യതകളുടെ വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ചില ആൾക്കാർ പറയുന്നത്. ഏതായാലും ഈ ഇബ്രാഹീമിലൂടെ അള്ളാഹു നമ്മെ വിളിച്ച ഈ വിളികൾക്ക് കൃത്യമായി ഉത്തരം നൽകാനും പോയി നിർവഹിച്ച ആളുകളുടെ പാപമുക്തരായി ജീവിക്കാനും വേണമെങ്കിൽ വീണ്ടും ഉംറയും മറ്റുമൊക്കെ സാധിക്കുന്ന ആളുകൾക്ക് ചെയ്യാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അവസരമുണ്ടാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുൽ ഇഖ്വ ഉസീകും ബിതഖ്വല്ലാഹ്. ഒന്നുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഏതൊരു സന്ദർഭത്തിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സഹോദരന്മാരെയും വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൻ്റെ പരമപുണ്യമായ അർക്കാനുകളിൽപ്പെട്ട ഒരു സംഗതിയാണ് ഹജ്ജ്. അത് ഇബ്രാഹിം നബിയുടെ ചരിത്രഗതിയുമായി ബന്ധപ്പെട്ട സ്വഭാവവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട സംഭവമാണ്. മൂന്നാമത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ദിക്റാണ് ഇതിലൂടെയൊക്കെ ലക്ഷ്യമായി വെക്കുന്നത്. ചില ആളുകളെ ദിക്റുല്ലാഹ്ക്ക് പകരം എന്താ ചെയ്യാനറിയാം. പോയ ആളുകൾക്ക് അറിയാം. മദീന സന്ദർശനം എന്ന പുണ്യകരമായൊരു സംഗതിയാണത്ര ഹജ്ജിന്റെ ഫർളോ സുന്നത്തോ ഷർത്തോ അർക്കാനുകളോ ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ വീക്ഷണത്തിൽ ഒന്നുമല്ല. എന്ത് മദീന റൗള ഷരീഫ് കാണാൻ, അതാണ് ഇവിടുന്ന് പോയാൽ മനസ്സ് നിറയാതായിരിക്കും. അങ്ങനെ ഒരു സംഗതി 450 കിലോമീറ്റർ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ഏകദേശം അങ്ങോട്ട് പോകണ അത്ര ദൂരമുള്ള ഒരു സ്ഥലമാണ് മദീന. അവിടെ പ്രവാചകൻ വളരെ പുണ്യകരമായ കാര്യം 1000 മടങ്ങ് സുന്നത്ത്, നമ്മളൊരു നേരത്തെ നിസ്കാരത്തിന് 1000 മടങ്ങ് അവിടെ നിസ്കരിച്ചുണ്ട്. 1,00,000 മടങ്ങാണ് എവിടെ ഉള്ളത്?
ഹറമിലുള്ളത്. അപ്പോൾ ഹജ്ജിന് പോകുന്ന ആൾക്കാരൊക്കെ സാധാരണഗതിയിൽ എന്താ വിചാരിക്കുക, ഞങ്ങൾക്കിവിടെ 8 ദിവസം കിട്ടണം, 40 ജമാഅത്ത് കിട്ടണം, 40 ജമാഅത്ത് കിട്ടണം എന്ന് പറഞ്ഞ ഹദീസ് സഹിയൊന്നല്ല. ഇവിടെ അതിന് വാശി പിടിക്കും, ഒരു നേരത്തെ നഷ്ടപ്പെട്ടാൽ. ഞാനത് വിശദീകരിക്കുന്നില്ല, ഞാൻ പറയുന്നത് എന്നാൽ അവിടെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മദീന സന്ദർശിക്കലും റൗള സന്ദർശിക്കലും ഒക്കെ ഒരു പുണ്യകരമായ സുന്നത്തായ ഒരു കാര്യമാണ്. അവിടെ വെച്ച് നബിയുടെ മെമ്പറിൻ്റെ അടുക്കലുള്ള ഏറ്റവും സ്വർഗത്തിലെ സ്ഥലം എന്ന് പറഞ്ഞ വളരെ കുറഞ്ഞ ആളുകൾക്ക്, 19 ആളുകൾക്ക് കഷ്ടി. ഇപ്പം ടിക്കറ്റും പാസും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കയ്യൊന്നും അറിയില്ല. ഏതായാലും അവിടെ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് സ്വർഗത്തിലെ ഒരു സ്ഥലമാണ് എന്ന ഹദീസിൽ സഹിയായി വന്നതാണ്. ആ നിസ്കരിക്കലേ അവിടെ പുണ്യമുള്ളൂ. അത് ഹജ്ജിന്റെ പാർട്ടല്ല, ഭാഗമല്ല. ആളുകളുടെ തെറ്റിദ്ധാരണ അങ്ങനെയാണ്, അങ്ങനെ പഠിപ്പിക്കപ്പെടുകയാണ് നമ്മുടെ നാട്ടിൽ. എന്തോ ആട്ടെ. അപ്പോൾ ദിക്റുള്ള നിലനിർത്താനാണ് ഹജ്ജ് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. 4-മത് പറഞ്ഞത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ജീവിതത്തിൽ എപ്പോഴാണോ നമുക്കൊരു ജോലിയൊക്കെ കിട്ടുക, ജോലിയുടെ ഒരു വിഹിതം സക്കാത്ത്, ദാനത്തിന്, ഹജ്ജിന് ഒക്കെ നമ്മൾ മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. നമ്മൾ ഉപജീവനത്തിന് അതിൽ ഒന്ന് മാത്രം ഉപജീവനം. അതിൽ ആർഭാടത്തിനും അത് മറ്റുമൊക്കെ നമ്മൾ നീക്കി വെക്കുന്ന സമ്പത്തിന്റെ ഒരു വിഹിതം എന്ത് ചെയ്യുക, ഈ സാധായിട്ട് നമുക്ക് ഇങ്ങനെ മിച്ചം വെക്കാം. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല, അനുഭവസ്ഥര് പറയുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞത്. ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താ, അന്ന് ജനിച്ച കുട്ടിയെ പോലെ പാപമുക്തരാകും. ആലോചിച്ച് നോക്ക്, 40-50 ഒക്കെ വർഷം ജീവിച്ച ആൾക്കാർ എത്ര പാവങ്ങൾ, സംസാരത്തിൽ, നോട്ടത്തിൽ, മറ്റേത് ഏർപ്പാടുകൾ, ജീവിത ഉപാധികൾ സ്വീകരിക്കുന്നിടത്ത് ഇങ്ങനെ കൊണ്ട് ഒരുപാട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്ന ഒരുപാട് പാപങ്ങൾ. വരാത്തവരാരുണ്ടാകുക? ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഉപാധിയാണ് എന്ത്, ഈ ഹജ്ജ് നിർവഹിക്കുക. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുക, ഈ ഇബ്രാഹിം നബി മരിച്ചു തന്ന അവരോടൊപ്പം തവഫനാ മുസ്ലിമീൻ വലഹ്ഫിനാ ബിസ്സാലിഹീൻ, മുസ്ലിങ്ങളായി ഞങ്ങളെ മരിപ്പിക്കണം. ഇങ്ങനെ സുഹൃതം ചെയ്ത് ജീവിച്ച പ്രവാചകരോടൊപ്പം, നബിമാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീകളോടൊപ്പം വലഹ്ഫനാ ബിസ്സാലിഹീൻ, ഞങ്ങളെ നീ ചേർക്കണമേ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രവാചക പാത, ഈ പ്രവാചകന്മാരുടെ പാത ഹജ്ജിലൂടെ നമ്മൾ നിർവഹിക്കപ്പെടുകയാണ്. ആ നിർവഹണത്തിനാണ്, അത് കഴിഞ്ഞ് വരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, അന്ന് ജനിച്ച കുട്ടിയെ പോലെ പാപ പരിശുദ്ധരായി വരുന്നത്. കണ്ണീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അറഫയിൽ വെച്ച്, മിനയിൽ വെച്ച്, പോകുമ്പോൾ, മടങ്ങുമ്പോൾ, യാത്രയിൽ എല്ലാം നമ്മൾ ഈ നെയ്യത്ത് വെച്ചപ്പോൾ അടുത്ത കൊല്ലത്തിനെ നെയ്യത്ത് വെച്ച് അടുത്ത കൊല്ലത്തിനെ പൈസ തികയുള്ളൂ, അല്ലെങ്കിൽ യാത്ര അങ്ങനെ ആകുള്ളൂ എങ്കിൽ അതൊരു ഇത് തന്നെയാണ്. ആ സമയത്തുള്ള നിരന്തരമായ പ്രാർത്ഥന മനസ്സിൽ നിന്നുണ്ടാണ്, പഠിച്ചവനെ അടുത്ത കൊല്ലത്തെ ഹജ്ജെങ്കിലും എനിക്ക് നിർവഹിക്കാനുള്ള ഒരു തൗഫീക്ക് നൽകണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അതങ്ങനെയാണ് കഴിഞ്ഞ ഹജ്ജ്. ആ കർമ്മ വിമാനം ഇറങ്ങി, അവിടെ ഇറങ്ങിയ മറ്റുള്ള കാര്യങ്ങൾ കുറേ ദിവസങ്ങളുടെ യാത്ര, പിന്നെ താമസം ഉണ്ടാവും. ഈ 3-4 ദിവസങ്ങളെ ഹജ്ജിന്റെ കർമ്മം ഉണ്ടാവുള്ളൂ. ആ ദിവസങ്ങളിലൊക്കെ ഈ പ്രാർത്ഥന നിർഭരമായ, ഈ ഇസ്തിഗ്ഫാറോട് കൂടിയ, ഈ കണ്ണീരണിഞ്ഞ പ്രാർത്ഥനകളും കീർത്തനങ്ങളും കൊണ്ട് മുഖരിതമാകേണ്ടതാണ്. മക്കയും പരിസരവും അത് വിശ്വാസികളുടെ കേന്ദ്രമാണത്. അവിശ്വാസികൾക്ക് പ്രവേശനമില്ലല്ലോ ഹറമിൽ. വിശ്വാസമില്ലാത്ത ആളുകൾ ഇതിനെ പരിചരിക്കാനും പാടില്ല. അള്ളാഹുവിനെ അതിനെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളുടെ കയ്യിലാണ്. അവിടെ ബിദ്അത്ത് ചെയ്യാൻ, ശിർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പറയും, എന്താണ് ഇവിടെ ഇത് ഏൽപ്പിച്ചത്, ആരെയാ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ശപിക്കുന്ന ആൾക്കാരുണ്ട്. സൗദി ഭരണകൂടത്തിൽ ഏറ്റവും സൗകര്യപ്രദമായ സംവിധാനങ്ങളാണ് ഹാജിമാർക്ക്, അള്ളാഹുവിൻ്റെ അതിഥികൾ എന്നുള്ള ആലക്ക്. ഞാൻ പോയ സ്ഥിതിക്കാൻ പറയുന്ന അനുഭവം വളരെ വളരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എത്രയോ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന 48 ലക്ഷം എന്നാണ് അവിടുത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അന്ന് 19-ലാന്ന് തോന്നുന്നു. 30 ലക്ഷം സാധാരണ നമ്മുടെ മലയാളികൾ ഉണ്ടാവുന്ന കപ്പാസിറ്റിയാണ് സൗകര്യത്തോടു കൂടി നിൽക്കാനുള്ള. ഏതായാലും പറയുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി, തൗഫീക്കിന് വേണ്ടി
പോയി വന്ന് നമ്മുടെ പാപരഹിതരായി ജീവിക്കുന്നതിന് വേണ്ടി നാം എപ്പോഴും അതിനുവേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. പോയ ആളുകൾക്ക് സർവ്വ സൗഖ്യങ്ങളും ആരോഗ്യങ്ങളും അതോടുകൂടി തിരിച്ചു വരാനും നമ്മോടൊപ്പം ചേരാനും പ്രാർത്ഥിക്കുക. പോകാനുള്ള ആളുകൾക്ക് വളരെ പ്രയാസങ്ങളില്ലാതെ യാത്ര എളുപ്പമാക്കാനും ആ പ്രാർത്ഥന ഉണ്ട്. ഹബ്ബിനലൈന സഫറനാഹാദാ വതിബി അന്നാ ബൈദഹു എന്ന് പറഞ്ഞ പ്രാർത്ഥന ഒരുപാട് പ്രാർത്ഥന ഉണ്ട്. പക്ഷേ ഈ ദൂരം എനിക്ക് കുറച്ച് തരയണമേ, യാത്ര എളുപ്പമാക്കി തരയണമേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് യാത്രയിൽ ചെയ്യാൻ. ആ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് അങ്ങനെ ആ മനസ്സ് അവിടെ പാപഭാരം അവിടെ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ വരുന്ന ആളുകളായിരിക്കണം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാ പുണ്യകരമായ കർമ്മം നിർവഹിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹുവെ, ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അള്ളാഹു, മഴയില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് സമൃദ്ധമായ മഴ നൽകി കൃഷികൾക്കും നാക്കാലികൾക്കും ഞങ്ങൾക്കും കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള ജലം നീ നൽകണമേ തമ്പുരാനെ. അള്ളാഹുവെ, പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ വലത് കൈയിൽ രേഖാഗ്രന്ഥം കിട്ടുന്ന സജ്ജനങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. എളുപ്പത്തിൽ വിചാരണ നിർവഹിക്കപ്പെടുന്ന സജ്ജനങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അർശിന്റെ തണൽ ലഭിക്കുന്ന സജ്ജനങ്ങളിൽ പടച്ചതമ്പുരാനെ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. മഹ്ശറിൽ നൃത്തം എളുപ്പമാക്കുകയും സിറാത്തിലൂടെ വേഗത്തിൽ കടന്നു പോകാൻ സാധിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ ഇബാദങ്ങൾ പാപങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم يسر سيرنا وسهل امورنا وقل حوائجنا واشف امراضنا يا شافي الامراض. اللهم اشفي انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما ولا الما. ربنا تقبل صلاتنا وصيامنا وركوعنا وسجودنا ومناسكنا يا رب العالمين. آمين برحمتك يا ارحم الراحمين. وصلى الله عليه